കേരളത്തിലും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നൽകിയ സംഭാവനകളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി പരിചയവും ജനകീയ ബന്ധവും ജനങ്ങളുടെ അംഗീകാരവും ഒക്കെ മുഖ്യമന്ത്രി പദത്തിലേക്ക് അദ്ദേഹത്തെ ആനയിക്കുവാൻ AICCക്ക് തീരുമാനമെടുക്കുവാൻ സഹായകരമാകും എന്നാണ് ഞങ്ങളൊക്കെ കഴിഞ്ഞ നിമിഷം വരെ പ്രതീക്ഷിച്ചതും കേരളത്തോടൊപ്പം ഞങ്ങളുമൊക്കെ ആഗ്രഹിച്ചതും. പക്ഷേ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനം ഇപ്പോൾ ശ്രീ VD സതീശൻ ബഹുമാനായ പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് തീരുമാനിച്ചു എന്നുള്ളതാണ്. ഏതായാലും അതിനെ സംബന്ധിച്ചുള്ള ആ തീരുമാനത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ ബാക്കി കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായങ്ങൾ അദ്ദേഹം അച്ചടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തനം എന്നുള്ള നിലയിൽ ഇതിനു മുമ്പും അദ്ദേഹത്തിന് അർഹതപ്പെട്ട പല സ്ഥാനങ്ങളും നിഷേധിക്കപ്പെട്ടപ്പോഴും കോൺഗ്രസ് എന്ന വികാരം ഉള്ളിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്കൊപ്പം നിന്ന നേതാവ് തന്നെയാണ്. ഞങ്ങൾക്കൊക്കെ അദ്ദേഹം നൽകുന്ന നിർദ്ദേശങ്ങളും എന്തൊക്കെ തിരിച്ചടികളുണ്ടായാലും ബുദ്ധിമുട്ടുകളുണ്ടായാലും ഈ പ്രസ്ഥാനമാണ്, മൂവർണ്ണക്കൊടിയാണ് നമ്മുടെ നെഞ്ചിൽ എന്നുള്ളതാണ് ഞങ്ങളെയൊക്കെ അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ളതും. അപ്പോൾ തീർച്ചയായും അദ്ദേഹം AICCയുടെ തീരുമാനം എന്തായാലും വേദനയോടെ അംഗീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അർഹതപ്പെട്ടത് നിഷേധിച്ചു വന്ന രമേശ് ചെന്നിത്തല കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹം കോവിഡ് സമയത്ത് കാലഘട്ടത്തിലാണ് ആ തെരഞ്ഞെടുപ്പ് നടന്നത്. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ എത്രയോ വർഷക്കാലമായിട്ട് നിൽക്കുന്ന സമുന്നതനായ നേതാവാണ്. പാർട്ടി പ്രവർത്തകരുമായി കഴിഞ്ഞ എത്രയോ 4 പതിറ്റാണ്ടിനപ്പുറം ഞങ്ങളുമൊക്കെ ആയിട്ട് രണ്ടുപേരും KC വേണുഗോപാലും ശ്രീ രമേശ് ചെന്നിത്തലയും. രമേശ് ചെന്നിത്തല ഹരിപ്പാട് 52 മുതലുള്ള ബന്ധങ്ങളുള്ള ഒരുപാട് ആൾക്കാർ, ആത്മബന്ധമുള്ളവർ ഇവിടെ ഉണ്ട്. പക്ഷെ സംഘടനാപരമായി പാർട്ടി എടുത്ത തീരുമാനത്തെ ആർക്കും അംഗീകരിക്കും. ഞാൻ കോൺഗ്രസിന്റെ ഹരിപ്പാട് ബ്ലോക്ക് പ്രസിഡന്റാണ്, ഇത് അദ്ദേഹം ജില്ലാ സെക്രട്ടറി. നമുക്ക് അതിനകത്തിൽ പാർട്ടി എടുത്ത തീരുമാനം ഞങ്ങൾക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിനകത്തിൽ ഇത്രയും ദിവസം ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൂടെ ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ KC വേണുഗോപാലിനെയും ഇത്രയധികം മോശമായി ആക്ഷേപിക്കുന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്ത് ആരാണെന്നെങ്കിലും AICC അത് കണ്ടെത്തേണ്ടതുണ്ട്. കാരണം ഞങ്ങളെ ജനപ്രതിനിധികൾ രണ്ടുപേരും, ശ്രീ രമേശ് ചെന്നിത്തല ആയാലും ശ്രീ KC വേണുഗോപാലായാലും ആലപ്പുഴ ജില്ലയിലെ പാർട്ടി, ഞങ്ങളൊക്കെ ജില്ലയ്ക്ക് അപ്പുറം പോകുന്ന വലിയ നേതാക്കളൊന്നുമല്ല. ഞങ്ങളുടെയൊക്കെ പേഴ്സണൽ കാര്യങ്ങളിൽ പോലും ഇടപെടുന്ന നേതാക്കന്മാരാണ് ഇവർ രണ്ടുപേരും. VD സതീശൻ മോശമാണെന്നൊന്നും ഞങ്ങൾക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അദ്ദേഹം നല്ല നേതാവാണ്, നല്ല പാർലമെന്ററിയാണ്, എല്ലാം ശരിയാണ്. അതിലൊന്നുമില്ല. ഈ തീരുമാനം ഇത്രയും വൈകിച്ച് വെച്ചപ്പോൾ അതിനെന്തൊക്കെയാണ് സംഭവങ്ങൾ AICC അതിനകത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരുപാട് പേരോട് ആലോചിച്ചെന്ന് പറയും. അതൊക്കെ സത്യമാണ്, അതെല്ലാം അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഇവിടെ മുഞ്ഞനാട്ട് രാമേന്ദ്രൻ പറഞ്ഞതുപോലെ ഹരിപ്പാടിനെ നഷ്ടപ്പെട്ട ആ സ്ഥാനം ഞങ്ങൾക്ക് അതിനകത്ത് ദുഃഖമുണ്ട്, സംഘടനാപരമായ ദുഃഖമുണ്ട്. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. ഇതിനകത്തിൽ എല്ലാ ആൾക്കാർക്കും പാർട്ടി ഗവൺമെന്റ് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ അതിനെല്ലാം റിസൾട്ട് നെഗറ്റീവ് ആക്കിയതിന് ശേഷം ഇങ്ങനെയൊക്കെ ആക്കിയവർ തന്നെ അതിനകത്തിലൊക്കെ വരുന്നു എന്നുള്ളത് പറയുമ്പോഴത്തേക്കിന് അതിനകത്തിൽ എന്താണ് ഈ പാർട്ടി സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്ത് ആരാണ് ഇതിന് നേതൃത്വം കൊടുത്തതെന്ന് ഞങ്ങളെപ്പോലുള്ള സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് അറിയണം. അത്രയേ ഉള്ളൂ. അല്ല, അദ്ദേഹം തീരുമാനിക്കേണ്ടത്, പാർട്ടി നേതൃത്വം തീരുമാനിക്കണം. അദ്ദേഹവും സംഘടനാ തലത്തിൽ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളല്ലേ. പ്രവർത്തകരെന്ന രീതിയിൽ ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടേണ്ട അർഹതയുള്ള നേതാവാണ് ഞങ്ങൾ ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ 23,777 വോട്ടെന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം. ഹരിപ്പാട് എന്ന് പറയുന്നത് UDFന്റെ മണ്ഡലമല്ല, അത് LDF കൂടുതൽ കാലം ഭരിച്ചിരുന്ന മണ്ഡലത്തിൽ ഇത്രയധികം ഭൂരിപക്ഷത്തിൽ വന്നത് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള ഹരിപ്പാട് നിവാസികളുടെയും കേരള സമൂഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയെ പോലെ പരിണിതപ്രജ്ഞനായ കേരളത്തിലെയും ഇന്ത്യയിലെയും സമുന്നതമായ കോൺഗ്രസിന്റെ സ്ഥാനം വഹിച്ചിട്ടുള്ള അദ്ദേഹത്തെ എന്തുകൊണ്ട് ഒഴിവാക്കിയെന്ന് നമുക്കൊക്കെ ചോദിക്കരുതോ? അതിപ്പോൾ അതിന് മറുപടി ആരും കിട്ടത്തില്ലായിരിക്കും, അതൊക്കെ സത്യമായിരിക്കാം. ഞങ്ങളെന്തായാലും പാർട്ടി നേതൃത്വം പറഞ്ഞത് വളരെ അദ്ദേഹത്തിന്റെ സ്വഭാവം പോലെ തന്നെ മാന്യമായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ രമേശ് ചെന്നിത്തലയെ ഒഴിവാക്കിയതിൽ ശക്തമായ വിഷമവും പ്രതിഷേധവും ഉണ്ട്. അതിനകത്ത് പാർട്ടി നേതൃത്വത്തോട് അത് അറിയിക്കുന്നത് എന്ന് പറയുന്ന പ്രതിഷേധമല്ലല്ലോ, ഞങ്ങളുടെ വിഷമം ഞങ്ങൾ അറിയിക്കുന്നു, അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും ഫോറങ്ങളിൽ ഞങ്ങൾ ഇത് പറയും, പറയേണ്ട ഫോറത്തിൽ. എനിക്ക് കോൺഗ്രസ് കമ്മിറ്റി യോഗമുണ്ട്, ഹരിപ്പാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസ്ഥാനം ഒരു വലിയ പ്രതിസന്ധിയിൽ നേരിട്ട ചരിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആദരണീയനായിരുന്ന ലീഡർ C. K. കരുണാകരൻ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയപ്പോൾ ഈ പ്രസ്ഥാനം തകർന്നുപോയി എന്ന് കോൺഗ്രസിനുള്ളവരും അഖിലേന്ത്യാ നേതൃത്വവും മറ്റു പാർട്ടികളെല്ലാം കോൺഗ്രസ് കേരളത്തിൽ ഇനിയില്ല, കാരണം ലീഡറായിരുന്നു എല്ലാമല്ല. ആ സന്ദർഭത്തിൽ മറ്റൊരാളില്ലായിരുന്നു AICCയുടെ മുമ്പിൽ, KPCCയുടെ അധ്യക്ഷനായി വരാൻ. അദ്ദേഹം ധാരാളം അധ്വാനിച്ച് അദ്ദേഹത്തിൻ്റെ ആ പ്രസരിപ്പ് മുഴുവൻ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഹോമിച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കേരളത്തിലേക്ക്. അതൊക്കെ ഞങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചില വികാരങ്ങളാണ്. ഏതായാലും ശരി, അദ്ദേഹം പാർട്ടി തീരുമാനം വേദനയോടെയാണെങ്കിലും അംഗീകരിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയും പ്രതീക്ഷ. ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ശ്രീ KC, ഞങ്ങളുടെ MP ആണ്. സംഘടനാപരമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ബഹുമാനായ ശ്രീ രാഹുൽ ഗാന്ധിയോടൊപ്പം ഓടി നടന്ന് കയ്യും മെയ്യും മറന്ന് ഉറക്കം കളഞ്ഞ് ഓണിയർ നേതാവല്ലേ അദ്ദേഹം. അദ്ദേഹത്തിൻ്റെയും പേര് അവസാന നിമിഷം വരെ വലിച്ച് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ
ശ്രീ രമേശ് ചെന്നിത്തല തന്നെ മുഖ്യമന്ത്രിയായി വരും, ശ്രീ കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി വഴിമാറി കൊടുക്കുക എന്നൊക്കെയായിരുന്നു ഞങ്ങളുടെയൊക്കെ കെ സിയും ശ്രീ വി ഡി സതീശനും ഒക്കെ യോഗ്യരാണില്ലെന്നൊന്നും ഞങ്ങൾ പറയാം. പക്ഷേ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കുണ്ടായ ആ വിഷമം ഞങ്ങളെയൊക്കെ അരിപ്പാട്ടുകാരെ മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. ഇപ്പം മുഖ്യമന്ത്രി അദ്ദേഹത്തെ തീരുമാനിച്ചു, ബാക്കി കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും വിശദാംശങ്ങൾ അറിവായിട്ടില്ല.